ഹലോ എവരിവൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ ഐബ്രോസ് എങ്ങനെ നല്ല നീളവും വീതിയോടും കൂടെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളൊരു സിമ്പിൾ ഹാക്കായിട്ടാണ് കേട്ടോ. ഇതിനു വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല. പുറത്ത് പോയിട്ട് കുറേ എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറേ പ്രൊസീജിയേഴ്സ് ഓരോരുത്തരും ചെയ്യാറുണ്ട്. പക്ഷേ അതിനൊന്നും ഒരു ആവശ്യമില്ല. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു സിമ്പിൾ ഹാക്ക് ഉണ്ട് കേട്ടോ. അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കണം. എന്തായാലും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അതിന് നമുക്ക് വേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നെയ്യ്. വീട്ടിലെല്ലാവർക്കും ഉണ്ടാവുമല്ലോ, നെയ്യ് മാത്രം മതി, വേറെ ഒന്നും വേണ്ട, കഴിഞ്ഞു പരിപാടി. അപ്പം നമുക്ക് നെയ്യാണ് വേണ്ടത്, മെയിൻ നെയ്യാണ്. അപ്പം നെയ്യ് നല്ല രീതിയിൽ നമുക്ക് രണ്ട് കയ്യിലും എടുത്തിട്ട് നമ്മുടെ രണ്ട് ഐബ്രോസിൽ നല്ല രീതിയിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിക്ക് തന്നെ വൃത്തിക്ക് തന്നെ നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മുടെ മൂക്കിൻ്റെ പാലത്തിൻ്റെ മുകളിലായിട്ടുള്ള അവിടെയൊക്കെ നല്ല രീതിയിലൊന്ന് തേച്ച് പിടിപ്പിക്കണം. കാരണം അവിടെ നിന്നാണ് നമ്മുടെ ഐബ്രോസിൻ്റെ ആ ഒരു വളർച്ച സ്റ്റാർട്ട് ചെയ്യുന്നത്. നല്ലൊരു ഷേപ്പായിട്ട് നമുക്കിപ്പം ത്രെഡ് ചെയ്ത് എടുക്കണമെങ്കിലും ഷേപ്പാക്കി എടുക്കണമെങ്കിലും അവിടെ നല്ല ഷേപ്പ് വേണം. അവിടെ ഷേപ്പ് ഇല്ലെങ്കിൽ നമുക്ക് ബാക്കി ഒന്നും ഷേപ്പാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ നല്ല രീതിയിലും ചെയ്ത് കൊടുക്കണം. പിന്നെ നല്ല രീതിയിലൊന്ന് ടാപ്പൊക്കെ ചെയ്ത് മസാജ് ചെയ്ത് കൊടുക്കുക. നല്ലതാണ് കേട്ടോ. ഒന്ന് ചെയ്ത് കൊടുക്കുക. ഇത്ര മാത്രം മതി, കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു. ഇതിപ്പം 1, 2, 3 ദിവസം ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. ഒരു 30 ദിവസം അടുപ്പിച്ച് ചെയ്യണം. എന്നാലും നിങ്ങൾക്ക് ആ ഒരു വിസിബിൾ ചേഞ്ച് ഉണ്ടാവുള്ളൂ. ഇങ്ങനെ തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതെ നൈറ്റ് തേച്ചിട്ട് കിടന്നുറങ്ങിയാൽ മതി. വേറെ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ നല്ല തിക്ക് ഐബ്രോസ് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു 1 മന്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഐബ്രോസ് ഷേപ്പൊക്കെ ചെയ്യാം. എന്നിട്ട് ആ ഒരു രീതിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. ഷേപ്പാക്കിയതിന് ശേഷം കാണാൻ നല്ല ഭംഗിയായിരിക്കും. കാരണം നിങ്ങളുടെ ഫേസിൻ്റെ ടോട്ടൽ ചേഞ്ച് തന്നെ മാറ്റും കേട്ടോ. തിക്ക് ഐബ്രോസ് ആകും. അപ്പോൾ നിങ്ങളും ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഓക്കെ, ബായ്.